ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി ജന സർവീസോട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിനോടനുബന്ധിച്ച് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ ഓൾറെഡി കമ്പനി ലൈനർ കിടക്കണേ. ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്, നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും, അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറായാലും പുത്തൻ ടയറാണ് കിടക്കണേ. MRF-ൻ്റെ കമ്പനി വരുന്ന മോഡൽ ടയറാണ്, പുതിയ ടയർ കിടക്കണം കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അയച്ച് നോക്കുന്ന സമയത്ത് കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്, വലിയ പൊടിയോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം കൃത്യമായിട്ട് ഓരോ പീരിയഡിക് സർവീസിൽ നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്ത് പോകേണ്ടതാണ്. കാരണം ഇവിടെ ബെൽറ്റ് ഡ്രൈവാണ്. ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല, മാനുവലായിട്ട് നമ്മൾ അയച്ച് ഗ്രീസിംഗ് ആണ് ചെയ്യേണ്ടി വരാം. അപ്പോൾ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുമ്പോൾ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കിക്കർ വീൽ നമ്മൾ അയച്ച് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോൾ അടക്കം വരുന്ന യൂണിറ്റാണ്. ഇത് CVT ക്ലച്ചിൻ്റെ ഓരോ പാർട്ടുകളാണ് കേട്ടോ. നിലവിൽ തേമാനം നോർമൽ സാധാരണ രീതിയിലുള്ളൂ. ക്ലച്ച് ഷൂ ആയാലും വർക്കിംഗ് ഓക്കെയാണ്. ചെറുതായിട്ടൊന്ന് തുരുമ്പിൻ്റെ പെർസെൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ചുമന്ന കളറിലാണ് തുരുമ്പാണ്. അപ്പോൾ നമ്മൾ അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബെൽറ്റും കമ്പനി ബെൽറ്റ് കിടക്കണം. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനാണ് കിടക്കുന്നത്. നിലവിൽ ചെറിയൊരു ചിഹ്നലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഓടിക്കോളും, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് സർവീസിലായാലും നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് അയച്ച് ചെക്ക് ചെയ്യും. കൂടുതൽ കംപ്ലൈൻറ്റ് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റി എന്തെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷേ നിലവിൽ കുഴപ്പമൊന്നുമില്ല, ഓടിക്കോളും. നമുക്ക് അടുത്ത പീരിയോഡിക് സർവീസ് വരാമെന്ന് പറഞ്ഞാൽ 4-ാം മാസമാണ്. അതായത് 120 ദിവസമാണ് അതിൻ്റെ സർവീസ് കാലാവധി കേട്ടോ. 120 ദിവസം കഴിയുമ്പോൾ കയറ്റി സർവീസ് ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും കമ്പനി റൂൾസ്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ആക്സിലേറ്റർ കേബിൾ നമുക്ക് BS6 മോഡലിൽ 2 കേബിൾ വരാം. ഇതൊരു കേബിൾ ടൈറ്റായിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടാണ്. കുഴപ്പമില്ല, ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. പരമാവധി ഞങ്ങൾ ഇവിടുന്ന് ഓടട്ടെ. നെക്സ്റ്റ് ടൈം നമുക്ക് മാറ്റുമ്പോൾ 2 കേബിളും കൂടി ഒരുമിച്ച് മാറ്റണം. കാരണം കേബിൾ രണ്ടെണ്ണം മാറ്റാന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് 850 രൂപ നമുക്ക് ലേബർ ചാർജ് അടക്കം വരുമ്പോൾ എമൗണ്ട് വരുന്നുണ്ട്. 2 കേബിൾ കൂടി ഒരു 620 രൂപ പിന്നെ പ്ലസ് ലേബർ ചാർജ് വരും. അപ്പോൾ ഇപ്പോൾ നിലവിൽ കുഴപ്പമില്ല, അങ്ങനെ ഇവിടെ ഓടിക്കോട്ടെ. ഒരു കേബിൾ ഉള്ളെങ്കിലും ആ ഒരു കേബിളും വേണമെങ്കിലും സ്ട്രോങ് ആണ്, കുഴപ്പമൊന്നുമില്ല, ഓടിക്കോളും കേട്ടോ. പിന്നെ അതേപോലെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇതിരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. 4 ആമ്പിയറിൻ്റെ 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് അത് വരുന്നത് കേട്ടോ. വോൾട്ട് നോക്കുമ്പോൾ 12.9 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, ബാറ്ററി കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിലൂടെ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയ താമസിച്ചാണ്ട് ദിവസം ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് സെൽഫ് എടുക്കാത്തൊരു കംപ്ലൈൻറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ കംപ്ലൈൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ടൈം അടുത്ത സർവീസ് വരെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതിന് മുമ്പ് ചിലപ്പോൾ സ്റ്റാർട്ടിങ് സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിച്ച് തുടങ്ങാം. സെൽഫ് എടുക്കാത്ത കംപ്ലൈൻറ്റ് വന്നു കഴിയുമ്പോൾ ബാറ്ററി മാറ്റി പുതിയത് വയ്ക്കുക. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. ഇനി ബൈ ചാൻസ് സെൽഫ് എടുക്കാത്തൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കിക്കറിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. വണ്ടി മെയിൻ സ്റ്റാൻഡ് വെച്ചിട്ട് കിക്കർ അടിച്ച് ആക്സിലേറ്റർ കൊടുക്കാതെ കിക്കർ അടിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആയിക്കോളും. BS6 വണ്ടിയാണ്. ഒരു കാരണവശാലും ആക്സിലേറ്റർ കൊടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കിക്കർ അടിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. ആക്സിലേറ്ററിൽ തൊടുകയും ചെയ്യേണ്ട, വണ്ടി മെയിൻ സ്റ്റാൻഡിൽ വയ്ക്കുക, കിക്കർ വെറുതെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആയിക്കോളും കേട്ടോ. ജസ്റ്റ് ആവശ്യം വന്നു കഴിഞ്ഞാൽ, അത് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് സെൽഫ് എടുക്കാത്ത ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു സെക്കൻഡറി ഓപ്ഷനാണത്, ശ്രദ്ധിച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിരുന്നുണ്ട്. ബ്രേക്ക് ക്യാം കൂടി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും. അപ്പോൾ ബാക്ക് വീൽ അഴിച്ചിടുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ക്യാം അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. കാരണം ബ്രേക്ക് ക്യാം ഗ്രീസ് ചെയ്യുന്നതിൻ്റെ കാരണത്തിൽ ഒന്നാമത് മഴയാണ് നമുക്ക് തന്നെ. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്കൊക്കെ ടൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അഴിച്ച് ഗ്രീസിങ് നടത്തുന്നത്. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ കൂട്ടത്തിൽ കിടന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, എയർപോർട്ടിൻ്റെ കൂട്ടം മാറ്റിയാണ്, മാറ്റിയേക്കണ പ്ലഗ് ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. മെയിനായിട്ട് നമുക്ക് ജനറൽ സർവീസ് മാത്രമേ ഉള്ളൂ. ജനറൽ സർവീസും അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ആക്സിലേറ്റർ കേബിൾ ഒരെണ്ണം ഇടിയിച്ചിട്ടാണ്, പക്ഷേ അത് നമുക്കിപ്പോൾ തൽക്കാലം എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. നെക്സ്റ്റ് ടൈം നമുക്കത് മറ്റേ കേബിൾ കൂടി ടൈറ്റ് കാണിക്കുമ്പോൾ അഴിച്ച് മാറ്റിയാലും മതി കേട്ടോ.